ഇടുക്കി മൂന്നാറിൽ സെൻസസ് ഡ്യൂട്ടി അധ്യാപകർക്ക് ഇരട്ട ഭാരമാകുന്നതായി പരാതി. വീടുകൾ കയറിയിറങ്ങി വിവരശേഖരണം നടത്തുന്നതിനിടെ വളർത്തുനായ്ക്കളുടെ ആക്രമണ ഭീഷണിയും നിശ്ചയിച്ചിലധികം വീടുകളുടെ ചുമതലയും ഡ്യൂട്ടി ദുഷ്കരമാക്കുന്നുവെന്നാണ് എന്യൂമറേറ്റർമാരുടെ ആരോപണം. സ്കൂൾ അധ്യാപനവും സെൻസസ് ജോലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നു. മൂന്നാറിൽ സെൻസസ് വിവരശേഖരണത്തിനായി നിയോഗിക്കപ്പെട്ട അധ്യാപകരാണ് കടുത്ത ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. വീടുകൾ തോറും കയറിയിറങ്ങി വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെ വളർത്തുനായ്ക്കളുടെ ആക്രമണ ഭീഷണി നേരിടേണ്ടി വരുന്നതായും എന്യൂമറേറ്റർമാർ പറയുന്നു. ചില വീടുകളിൽ നായ്ക്കളെ നിയന്ത്രിക്കാത്തതിനാൽ വിവരശേഖരണം പൂർത്തിയാക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നാണ് പരാതി. ഞങ്ങള് 2027 സെൻസസ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ഡ്യൂട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തന അധ്യാപകന് ആദ്യ ദിവസം തന്നെ നായയുടെ കടിയേൽക്കുകയും രാത്രി 12 മണി വരെ ആശുപത്രിയിൽ ചെന്നിരിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നായകളെ ശല്യം കുറയ്ക്കുന്നതിനുള്ള നടപടി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. സെൻസസ് ഡ്യൂട്ടിയുടെ ജോലിഭാരവും അധ്യാപകരെ വലയ്ക്കുകയാണ്. ഒരാൾക്ക് പരമാവധി 200 വീടുകളുടെ ചുമതലയെന്ന മാനദണ്ഡം നിലനിൽക്കുമ്പോഴും ചിലർക്ക് 375 വീടുകളിൽ വരെ വിവരശേഖരണം നടത്തേണ്ടി വരുന്നുവെന്നാണ് ആരോപണം. രാവിലെ സ്കൂളിലെ അധ്യാപനവും വൈകുന്നേരങ്ങളിൽ സെൻസസ് ജോലിയും ഒരുമിച്ച് നിർവഹിക്കേണ്ട സാഹചര്യം വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും ബാധിക്കുന്നുവെന്നാണ് അധ്യാപകരുടെ വിലയിരുത്തൽ. ഇതിനൊപ്പം സ്കൂൾ അധ്യാപനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടുത്ത ഘട്ട സെൻസസ് ഡ്യൂട്ടിയിൽ അധ്യാപകരെ ഒഴിവാക്കുകയോ പകരം ദിവസവേതനത്തിന് അധ്യാപകരെ നിയമിക്കുകയോ ചെയ്യണമെന്നാണ് എന്യൂമറേറ്റർമാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.